അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ഡോൾ ഉണ്ട്. ഞാൻ ഈ ഒരു ഡോള് ഒരു നൂലിൽ കെട്ടി ഇവിടെ പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു ക്യാമറയുടെ മുമ്പിലേക്ക് ഞാൻ ഈ ഒരു ഡോള് കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു ക്യാമറ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഒന്ന് കെടുത്താം. ക്യാമറ ഇവിടെ ഇരിപ്പുണ്ട്. ക്യാമറയുടെ മുമ്പിലേക്ക് ഞാൻ ആ ഡോള് കൊണ്ടുവരികയാണ്. ഇപ്പോൾ നമുക്കൊരു അലേർട്ട് വന്നിട്ടുണ്ട്. എന്ത് അലേർട്ടാണ് വന്നേക്കണമെന്നും കൂടെ നോക്കാം. മെസ്സേജ് ഇത് ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും മെസ്സേജ് സെൻറ്റർ. മെസ്സേജ് സെൻറ്ററിൽ ഇപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ബോഡി ഡിറ്റക്റ്റ് ചെയ്തെന്നാണ് കാണിക്കുന്നത്. ഇതാണ് ആ ഹ്യൂമൻ ബോഡി. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 2 ആരോ മാർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആരോ മാർക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഷൻ ഡിറ്റക്ഷൻ, അതുപോലെ സൈറൻ, പിന്നെ എഡിറ്റ്, നൈറ്റ് മോഡ്, പ്ലേബാക്ക്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ എല്ലാ ക്യാമറകൾക്കും ഈസി ക്യാം കാറ്റഗറിയിൽ വരുന്ന എല്ലാ ക്യാമറകൾക്കും ഉള്ള സംഭവം തന്നെയാണ്. ഇല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ അത് മാത്രം ഞാൻ പറയാം. ഒന്ന്, നൈറ്റ് വിഷൻ മോഡ് ഉണ്ട്. ഇവിടെ ഈ നൈറ്റ് വിഷൻ മോഡ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് മോഡ്, ഇൻഫ്രാറെഡ് മോഡ്, കളർ നൈറ്റ് മോഡ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇതിൽ സ്മാർട്ട് മോഡിലാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ക്യാമറ ഓട്ടോമാറ്റിക് കളറിലേക്ക് മാറും ആരെങ്കിലും വരണ സമയത്ത്. അല്ലെങ്കിൽ ക്യാമറ എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയായിരിക്കും കിടക്കുക. ഇപ്പോൾ നമ്മൾ സ്മാർട്ട് മോഡിലാണ് ഇട്ടേക്കുന്നത്. അതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ ലൈറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്യുവാണ്. അപ്പോൾ ക്യാമറ ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത സമയത്ത് നൈറ്റ് വിഷൻ മോഡിലേക്ക് പോയി. ക്യാമറയുടെ മുമ്പിലേക്ക് ഒന്ന് ഫേസ് കൊണ്ടുവരാം. ക്യാമറ മോഷൻ ഡിറ്റക്റ്റ് ചെയ്തു. അതേപോലെ തന്നെ അത് കളറിലേക്ക് മാറുകയും ചെയ്തു. കണ്ടോ? അപ്പോൾ ഇതാണ് സ്മാർട്ട് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് ക്യാമറ ഇങ്ങനെ കളറിൽ തന്നെ നിൽക്കും. അതിനുശേഷം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ഓട്ടോമാറ്റിക് പോകും. അപ്പോൾ അതാണ് ഈ ഒരു സ്മാർട്ട് മോഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇൻഫ്രാറെഡ് മോഡിലാണ് ഇടുന്നതെങ്കിൽ നൈറ്റ് വിഷൻ എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും കേട്ടോ. കളർ മോഡ് എന്നുള്ള ഓപ്ഷനാണ് കിടക്കുന്നതെങ്കിൽ ഏത് സമയവും കളറിൽ തന്നെ ആയിരിക്കും ക്യാമറ. അപ്പോൾ ഇതാണ് ഈ ഒരു 3 മോഡുകൾ ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൈറനാണ്. ഇപ്പോൾ സൈറൻ അടിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടാണല്ലോ. അപ്പോൾ ആ സൈറൻ നമുക്ക് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് ഇടാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ക്യാമറയിൽ സാധാരണ നമ്മൾ ഇൻഡോർ വയ്ക്കുന്ന ക്യാമറകളിൽ കാണുന്ന പോലെ തന്നെ ഒരു പ്രൈവറ്റ് മോഡിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് മോഡിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ക്യാമറ ഇപ്പോൾ ഡിവൈസ് ഇൻ സ്ലീപ്പ് മോഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്ലീപ്പ് മോഡിൽ ഇപ്പോൾ ഇതുവരെ ക്യാമറ ആയിട്ടില്ല. ഇനി ഈ ലൈറ്റ് കെടുമെന്ന് എനിക്കറിയാൻ മേല. എന്താണെങ്കിലും കുറേ സമയം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് കെടുവോ ഇല്ല എന്നുള്ള കാര്യം. നോക്കട്ടെ. ഞാനിപ്പോൾ എന്താണെങ്കിലും ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടും ഈ ക്യാമറ സ്ലീപ്പ് മോഡിലാണ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ? ഡിവൈസ് ഇൻ സ്ലീപ്പ് മോഡ്. ഉറങ്ങുന്ന ഒരാൾ കണ്ണ് തെളിച്ച് കിടന്നുറങ്ങുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറയുടെ ലൈറ്റ് ഇത് ഇപ്പോഴും തെളിഞ്ഞ് തന്നെ കിടക്കുവാണ്. പക്ഷേ സ്ലീപ്പ് മോഡിൽ തന്നെയാണ് ക്യാമറ ഇരിക്കുന്നത്. ഞാനിവിടെ അതേ മോഷൻ ഡിറ്റക്ഷനും വരുന്നുണ്ട്. പിന്നെ ഇതെന്ത് സ്ലീപ്പാണോ? ഓക്കെ, ടേൺ ഓൺ ക്യാമറ എന്ന് കൊടുക്കുവാണ്. അപ്പോൾ ക്യാമറയുടെ വ്യൂ വരും. അതായത് ക്യാമറ നമ്മുടെ മുമ്പിൽ നിന്ന് പോകുന്നു. അതായത് സ്ക്രീനിലൊന്നും വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. മോഷൻ ഡിറ്റക്ഷൻ അലേർട്ടും വരുന്നുണ്ട്. ക്യാമറയുടെ ഫ്ലാഷ് LED തെളിഞ്ഞും കിടപ്പുണ്ട്. ഹലോ ഫ്രണ്ട്സ്, CP+ൻ്റെ ഒരുപാട് ക്യാമറകൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാമറയാണ് CP+ൻ്റെ ഈ ഒരു 4G ബുള്ളറ്റ് ക്യാമറ. ഞാൻ ഒരുപാട് നോക്കിയിട്ടാണ് എനിക്ക് ഈ 2 കുറ്റങ്ങൾ ഈ ഒരു ക്യാമറയിൽ കണ്ടുപിടിക്കാൻ പറ്റിയത്. അത് വലിയൊരു കുറ്റമൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ ഒരു ക്യാമറ സെയിൽ ചെയ്യണ സമയത്ത് ഈ ഒരു ക്യാമറയുടെ മുകളിൽ ഹ്യൂമൻ ഡിറ്റക്ഷൻ എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഇതൊരു കസ്റ്റമർ കൊണ്ടുപോയിട്ട് അവരെന്നോട് ചോദിക്കുകയാണ് ഇവിടെ ഹ്യൂമൻ ഡിറ്റക്ഷൻ ഒന്നും അല്ല, ഇതിൽ മോഷൻ ഡിറ്റക്ഷൻ ആണല്ലോ വർക്ക് ചെയ്യണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ആൻസർ ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് പ്യുവർലി ഔട്ട്ഡോർ യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറയിൽ ഒരു പ്രൈവസി മോഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ 2 ലിമിറ്റേഷൻസ് അവർ അടുത്ത അപ്ഡേറ്റ്സിൽ ശരിയാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറ നിങ്ങൾ പർച്ചേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ 2 കാര്യങ്ങളും ഒരു കാരണമേ അല്ല. കാരണം ഞാൻ നോക്കിയിട്ട് 7ഓളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു ക്യാമറ മാത്രമാണ് ബ്രാൻഡഡ് ആയിട്ട് ഒരു കമ്പനി
നമ്മുടെ 4G സിം ക്യാമറ എന്നുള്ള പേരിൽ പുറത്തിറക്കുന്നത്. ഇതുവരെ വന്നിരിക്കുന്ന ബാക്കി എല്ലാ പ്രോഡക്റ്റുകളും ചൈനീസ് പ്രോഡക്റ്റുകളാണ്. നമുക്ക് ഓൺലൈനിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇഷ്ടം പോലെ ക്യാമറകൾ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ ക്യാമറകൾ വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് തന്നെ വിളിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാമറ നല്ല വെർത്തായിട്ടുള്ള ക്യാമറ ആയിരിക്കും. നമുക്ക് ബാക്കിയുള്ള നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, പിന്നെ നമുക്കറിയാം ഈ ഒരു ക്യാമറ 2-way ഓഡിയോ കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മൈക്ക് ഉണ്ട്. ഈ ക്യാമറയിലെ മൈക്ക് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ അങ്ങ് സ്പീക്കർ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും കേട്ടോ. ഇത് അങ്ങോട്ട് ഓൺ ആക്കിയിട്ട് ഹലോ ഹലോ, അപ്പോൾ നമ്മൾ കേൾക്കുന്ന ക്യാമറയ്ക്കുള്ളിൽ കൂടെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ക്യാമറ അടുത്ത് തന്നെ വെച്ചേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ശബ്ദം എക്കോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും 2-way ഓഡിയോ കമ്മ്യൂണിക്കേഷൻ ഉള്ളൊരു ക്യാമറയാണ്. പിന്നെ ഈ ഒരു ക്യാമറയുടെ ഈ ഒരു വൈറ്റ് ലൈറ്റ് ഇല്ലേ, ഈ ഒരു വൈറ്റ് ലൈറ്റിന് മാക്സിമം പോകാൻ പറ്റുന്ന ദൂരം എന്ന് വെച്ചാൽ 15 മീറ്റർ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വെട്ടമുണ്ട് കേട്ടോ. 15 മീറ്റർ ദൂരം വരെ ഈ ഒരു വൈറ്റ് ലൈറ്റ് പോകും. അപ്പോൾ ഞാനിപ്പോഴും പറയുന്ന പോലെ കളർ മോഡിലേക്കാണ് ഈ ഒരു ക്യാമറ ഇടുന്നതെങ്കിൽ നമ്മൾ ചുമ്മാ കൂരിട്ടതൊന്നും കൊണ്ടൊന്നും ഈ ക്യാമറ വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ക്ലാരിറ്റി നൈറ്റിൽ കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷനിലാണ് ഈ ഒരു ക്യാമറയെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെക്കുന്നതെങ്കിൽ ഈ ഒരു ക്യാമറയ്ക്ക് 30 മീറ്റർ വരെ ദൂരത്തേക്ക് അതിൻ്റെ ഇൻഫ്രാറെഡ് ലൈറ്റിന് പോകാനുള്ള പവർ ഉണ്ട്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ രാത്രിയിൽ കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്മാർട്ട് മോഡിലേക്ക് ഇടുന്നതായിരിക്കും. അതാകുമ്പോഴത്തേക്കും ക്യാമറയിൽ നിന്ന് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് എപ്പോഴും തെളിഞ്ഞ് കിടക്കത്തുമില്ല. ആരെങ്കിലും വരുമോ എന്തെങ്കിലും മോഷനൊക്കെ ഡിറ്റക്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് തെളിയുകയും അലാറം അടിക്കുന്ന രീതിയിൽ നമുക്ക് ആക്കി വയ്ക്കാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ ആ സമയത്ത് ആ ക്യാമറയുടെ മുമ്പിലേക്ക് എന്തെങ്കിലും മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് അലാറം അടിക്കും. ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ ക്യാമറ അലാറം അടിക്കും. ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നുള്ളൂ എന്നെ കണ്ടിട്ട്. വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ക്യാമറയുടെ അലാറം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൈറൺ അടിക്കുകയും ചെയ്യും. പക്ഷേ അത് കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് നിന്നോളും, തന്നെ നിൽക്കും. ഇവിടെ ഹ്യൂമൻ ബോഡി ഡിറ്റക്റ്റ് ചെയ്യുന്നപ്പോൾ മെസ്സേജും വന്നു. ഓക്കെ, ഇവിടെ അപ്പോൾ ഞാൻ മനുഷ്യനാണെന്ന് ക്യാമറ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇനി ഈ ഒരു ക്യാമറ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഈ ഒരു ക്യാമറ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാമറ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം കോസ്റ്റ് വളരെ കുറവാണ്, ലാഗിങ് ഇല്ല. ഇത് നോക്കി, ഞാനിപ്പോൾ വൈഫൈയിലൊന്നും അല്ല നിൽക്കുന്നത്. എൻ്റെ ഫോണിലെ വൈഫൈ ഒക്കെ ഓഫാണ് കണ്ടോ. വൈഫൈ ഓഫാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഫോണിൽ ജിയോയുടെ സിമ്മും ഈ ക്യാമറയ്ക്കുള്ളിലിട്ടേക്കുന്നത് എയർടെലിൻ്റെ സിമ്മുമാണ്. അത്യാവശ്യം ഒരു ലാഗിങ്ങും ഇല്ലാതെ ഈ ഒരു ക്യാമറ ഈ ഫോണിൽ സുഖമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് HD തന്നെയാണ് ഈ ഒരു ക്യാമറ നമ്മൾ കാണുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് SD മാറ്റാനൊന്നും ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റേഞ്ച് ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെയാണ് ഈ ഒരു ക്യാമറയിൽ സിമ്മൊക്കെ ഇട്ട് ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നെങ്കിൽ നിങ്ങൾക്ക് SD എന്നുള്ള ഓപ്ഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് റെസൊല്യൂഷൻ ഒന്ന് കുറഞ്ഞിട്ട് ക്യാമറ കാണും. HD ഇടുന്നതെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ചെടി വളരെ വ്യക്തമായിട്ടുണ്ട്, നല്ല ഷാർപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. CP+4G ബുള്ളറ്റ് ക്യാമറ എന്ന് ഇവിടെ ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാമറയുടെ ഡീറ്റെയിൽസിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു ക്യാമറയുടെ മോഡൽ നമ്പർ ആദ്യം പറയാം. CP-V32G എന്നാണ്. 3 MP ഫുൾ HD ക്യാമറയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാമറ വളരെ കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ബുള്ളറ്റ് ക്യാമറയാണ്. അതായത് നമുക്ക് സിമ്മും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ബുള്ളറ്റ് ക്യാമറയാണ്. അപ്പോൾ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഓപ്പറേഷൻ ഗൈഡാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കൊടുത്തേക്കുന്നത് വെച്ചാൽ ഒരു 12 വോൾട്ട് 1 ആംപിയർ അഡാപ്റ്ററാണ്. അപ്പോൾ പിന്നെ വരുന്നത് ഈ ഒരു ക്യാമറയുടെ സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറ വളരെ നീറ്റായിട്ട് ഏതെങ്കിലും ഭിത്തിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോളിലൊക്കെ സെറ്റപ്പ് ചെയ്യാവുന്ന രീതിയിൽ ഒരു അരയടി നീളമുള്ള ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തായിട്ട് കൊടുത്തേക്കണമെന്ന് വെച്ചാൽ വെതർ പ്രൂഫ് ഗ്ലാൻഡാണ്. പിന്നെ അതേപോലെ തന്നെ ക്യാമറ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂവും ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം വരുന്നത് നമ്മുടെ ക്യാമറയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള അടിപൊളി ഒരു ക്യാമറ. പിന്നെ വലിയ കാനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നത്. കാരണം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ പ്ലാസ്റ്റിക് ബോഡിയൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ വലിയൊരു വെയിറ്റ് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാമറയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോയിൽ ഒരു ബാറ്ററിയൊക്കെ ആ ക്യാമറയോടൊപ്പം വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭാരമൊക്കെ ആ ക്യാമറയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന എല്ലാ ക്യാമറയിലും ഇതുപോലെയാണല്ലോ വരുന്നത് കണ്ടോ. നമുക്ക് മൈക്രോ SD കാർഡ് ഇടാൻ വേണ്ടിയിട്ട് സ്ലോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ സ്ക്രൂ ഒന്നും വെച്ചിട്ടുള്ളൊരു സെറ്റപ്പ് അല്ല. ഇവിടെ ഒരു റബ്ബർ പോലത്തെ ഒരു സാധനമാണ്. നഖമുള്ളവർ കുറച്ച് നല്ല ബലത്തിൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഞെക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് തുറന്നെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ
സിം ഇടുന്നതും അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇടുന്നതും പിന്നെ അവിടെ തന്നെ ഒരു റീസെറ്റ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ കോൺഫിഗറേഷൻ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നാനോ സിമ്മുകളാണ് ഈ ഒരു ക്യാമറയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്, അതായത് സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഒരു സിമ്മിനകത്ത് ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ആരോ മാർക്ക് കാണാം, ആ ആരോ മാർക്ക് നോക്കിയിട്ട് അതുപോലെ തന്നെ സിം ഇട്ടാൽ മതി. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ചാടി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഞാനിപ്പോൾ എയർടെലിൻ്റെ ഒരു സിം ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്, ഇട്ടു. ഓക്കെ, അപ്പോൾ അവിടെ ലോക്ക് ആയിക്കോളും. നമ്മൾ സാധാരണ മൊബൈലിലേക്ക് ഇടുന്ന അതേപോലെ തന്നെയാണ്. എന്നിട്ട് ഇതങ്ങ് അടയ്ക്കുകയാണ്. ഞാനിപ്പോൾ മെമ്മറി കാർഡ് ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ, എൻ്റെ കയ്യിൽ മെമ്മറി കാർഡ് ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. എന്നിട്ട് നമ്മളിവിടെ ആ ക്യാമറ വെച്ചു. ഇനി ഇതിനൊരു പവർ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ആ ക്യാമറയോടൊപ്പം വന്നേക്കുന്ന അഡാപ്റ്റർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റൻഷൻ ബോക്സിൽ കുത്തിയിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ക്യാമറ അതേ പവർ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റാറ്റസ് LED തെളിഞ്ഞ് കിടക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാറ്റസ് LED. സാധാരണ കേസിൽ ക്യാമറയിലല്ലേ വരാറുള്ളൂ, പക്ഷേ ക്യാമറയുടെ ഫ്രണ്ടിലായിട്ട് അങ്ങനെ യാതൊരു LED നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ക്യാമറയിൽ മാത്രമാണ് ഈ ഒരു ഫീച്ചർ ഞാൻ കണ്ടേക്കണം കേട്ടോ. പിന്നെ ഈ ക്യാമറയുടെ ഫ്രണ്ടിലായിട്ട് കൊടുത്തേക്കുന്ന ഈ ഒരു LED സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് ട്വിൻ സ്കോർ LED എന്നാണ്. അതായത് ഇത് നമുക്കിപ്പോൾ 6 എണ്ണം ഉണ്ടെന്ന് അറിയാമല്ലോ. ഇതിനകത്ത് ഈ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നടുക്കിരിക്കുന്നതാണ് ശരിക്കും ഒരു IR LED. അതിന് ചുറ്റിനും കാണുന്ന ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വൈറ്റ് ലൈറ്റ് LED ആണ്. അങ്ങനെ ട്വിൻ സ്കോർ LED വെച്ചിട്ട് ഇങ്ങനെ 6 ട്വിൻ സ്കോർ LEDs ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ക്യാമറ നെറ്റ്വർക്ക് പോർട്ട്, അതായത് RJ45 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ RJ45 പോർട്ട് വഴി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ONVF സപ്പോർട്ട് നമുക്ക് കിട്ടും. പിന്നെ റിയൽ ടൈം നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഫോണിൽ അവൈലബിൾ ആയിരിക്കും. ഈ ONVF സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മറ്റ് ബ്രാൻഡിലുള്ള NVR ഒക്കെ ആയിട്ട് ഈ ഒരു ക്യാമറയെ കണക്ട് ചെയ്യാനുള്ള കഴിവാണ്. സിം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമുക്കൊരു NVRുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ RJ45 പോർട്ട് വഴി ഒരു ക്യാമറയെ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു പരിപാടി നടക്കുകയുള്ളൂ. പിന്നെ ഈ ഒരു ക്യാമറ ആർക്കൊക്കെയാണ് പ്രയോജനം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സിംഗിൾ ക്യാമറ മാത്രം വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്, നമ്മൾക്ക് അഡീഷണൽ ആയിട്ട് ഒരുപാട് എക്സ്പെൻസ് ഒന്നും നമുക്ക് ഇൻ്റർനെറ്റിന് വേണ്ടി ചിലവാക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇനി നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേറെ ക്യാമറയൊന്നും വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സിംഗിൾ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാം. വളരെ വലിയൊരു കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നൊരു ക്യാമറയല്ല. ഇതിൻ്റെ എക്സാക്റ്റ് പ്രൈസ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സിം മാത്രം എടുത്താൽ മതി ഈ ഒരു ക്യാമറയ്ക്ക് ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഒരു 4G സിം നിങ്ങൾ എടുക്കുക, ഈ ഒരു ക്യാമറയ്ക്ക് ഉള്ളിൽ ഇടുക, ഈ ഒരു ക്യാമറയ്ക്കകത്ത് മെമ്മറി കാർഡ് ഇട്ടിട്ട് ഈ ഒരു ക്യാമറ ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു സിം പിന്നെ നമ്മൾ റീചാർജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഫോണിലൊക്കെ ഇടുന്ന പോലെ തന്നെ ആ സിം ഒന്ന് റീചാർജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല വീഡിയോ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ ഒരു സിം എടുക്കുന്ന സമയത്ത് ഇതിൽ എല്ലാ സിമ്മുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും 4G സിം ആയിരിക്കണം, നല്ല വേഗതയുള്ള നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫോണിലേക്ക് ഈ ക്യാമറ കൃത്യമായിട്ട് കാണാൻ കഴിയുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ക്യാമറ നമുക്ക് പവറുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ ബാറ്ററി ക്യാമറയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ റിമോട്ട് ആയിട്ടുള്ള പ്ലേസുകളിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് പവർ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കിയിട്ട് മാത്രം സെറ്റപ്പ് ചെയ്യാം. പിന്നെ കറണ്ട് പോയിട്ട് ഓണായി വന്നാലൊന്നും ഈ ഒരു ക്യാമറയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. ക്യാമറ ഓട്ടോമാറ്റിക് തന്നെ നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ആയിക്കോളും. നമ്മൾ സ്വിച്ച് ഓൺ ആക്കേണ്ട യാതൊരു ആവശ്യവും ഈ ഒരു ക്യാമറയിൽ വരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സിം ക്യാമറയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.